പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞ വാക്കെന്താ? സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സംഭവത്തിൽ ഇന്ന കൈദകുന്ന അളീം, പെണ്ണുങ്ങളെ നിങ്ങളുടെ കുതന്ത്രങ്ങൾ ഭയങ്കരമാണ്. ഖൈദ്, ഇന്ന കൈദകുന്ന അളീം. ഖൈദും മക്റും വ്യത്യാസമുണ്ട്. മക്ർ എന്ന് പറഞ്ഞാൽ വഞ്ചന, ഖൈദ് എന്ന് പറഞ്ഞാൽ വഞ്ചന. മക്ർ വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. മക്ർ എന്ന് പറഞ്ഞാൽ വഞ്ചനയെ സംബന്ധിച്ച് പ്ലാൻ ചെയ്യലാണ് മക്ർ. ശക്കാദ യകീദു കൈദൻ എന്ന് പറഞ്ഞാൽ വയകീദൂന കൈദൻ വഅകീദു കൈദ. ആ ഖൈദ് എന്ന് പറഞ്ഞാൽ പ്ലാനുകൾ നടപ്പാക്കുന്നതിനെ സംബന്ധിച്ചാ പറയാം. ഫയകീദു ലക കൈദ, കുതന്ത്രങ്ങൾ നടപ്പിലാക്കി കളയും. അവർ പ്ലാൻ ചെയ്ത് നടക്കല, അത് ഇംപ്ലിമെന്റ് ചെയ്യും. പെണ്ണുങ്ങളെ പറ്റി പറയാ ഇന്ന കൈദകുന്ന അളീം. എല്ലാ പെണ്ണുങ്ങളെ പറ്റി അല്ല പറഞ്ഞതെന്നാ, ഇങ്ങനെയും പെണ്ണുങ്ങൾ കാണും, നിങ്ങളുടെ കുതന്ത്രം ഭയങ്കരമാണ്. ഓൻ മെസ്സേജ് വന്നു, ഐ ലവ് യു, പൊന്നാര പെണ്ണ എനിക്ക് വേണ്ട, ഡിലീറ്റ് ചെയ്ത. അപ്പൊ വേറെ അഡ്രസ്സിൽ നിന്ന് വേറെ ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു മെസ്സേജ് വരുന്നു, ഇവൻ വേണ്ടാന്ന് വെച്ചു. അത് പിന്നെ വേറൊരു ഫോളോ അപ്പ് ഒരു പിക്ചർ കൊടുത്തയച്ചു, അതും ഡീറ്റെയിൽ അപ്പോഴേക്ക് ഒരു വീഡിയോ കൊടുത്ത, യാ അല്ലാഹ്, പിന്നെ അവൻ വിട്ടുപോയി. ഇങ്ങനെ മനുഷ്യനെ വീഴ്ത്താൻ പെണ്ണിന് കഴിയുന്ന പിശാചിന്റെ കുതന്ത്രങ്ങൾ ലഈഫ, ഭയങ്കര ദുർബല. ഇതൊന്നും ചെന്ന് പെണ്ണുങ്ങളോട് വേദറിഞ്ഞ് ഓരോട് കുഴപ്പമുണ്ടാക്കണ്ടേ. ഇത് ഒരു വിഭാഗം പെണ്ണുങ്ങളെ പറ്റി അല്ല പറഞ്ഞതാ, എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണെന്നല്ലേ പറഞ്ഞതിനർത്ഥം. ഒരായത്ത് ഇത് നന്നായിട്ട് കാണാതെ പഠിക്കൂലേ ഈ ഒരു പോയിന്റ്. ഇങ്ങനെയും പെണ്ണുങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാനാ. ഇങ്ങനെയും സംഭവിക്കും. ഇന്ന കൈദകുന്ന അളീം, ഭയങ്കരാണ്. ചെറുപ്പക്കാരൻ പോയി ഫാതയൽ ബാബ്, വീടിന്റെ വാതിലിക്കൽ എത്തി നിൽക്കുകയാണ്. വാതിൽ തുറന്നു, വിചാരത്തിലേക്ക് പോവുക. ഇവിടുന്ന് വന്നത് പള്ളിയിൽ നിസ്കരിച്ചു വരികയാണേ, ഇശാ നിസ്കരിച്ചു വരുന്ന സമയം. ചെറുപ്പക്കാരൻ, കാണാൻ സുമുഖനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. പക്ഷേ അള്ളാഹു രക്ഷിച്ചു. ഇതേ സംഭവം മറ്റൊരു റിവായത്തിൽ വന്നിട്ടുള്ളത് ഒരു പെണ്ണ്, വൃദ്ധയായ ഒരു പെണ്ണ് വഴിയിൽ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ഈ പെണ്ണിനെ ഇയാളോട് സ്നേഹം ഉണ്ടായപ്പോ ഇവൾ അവളുടെ കൂട്ടുകാരികളോട് പറഞ്ഞപ്പോ ഒരു പെണ്ണ് പറഞ്ഞു, ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. എന്താ? അവൻ നിസ്കരിച്ചു വരുമ്പോ ഞാൻ എന്തെങ്കിലും ട്രിക്ക് പറയാം. ഇവള് പറഞ്ഞു, എനിക്ക് ആടിൽ നിന്ന് പാല് കറന്നു തരാൻ പറ്റുമോ? എനിക്ക് വീട്ടിൽ ആരുമില്ല, ഞാൻ ഒരു വൃദ്ധയായ പെണ്ണായിരുന്നു. വല്യമ്മയാണ് ഇപ്പൊ അതിന്റെ പിമ്പിന്റെ പണിയെടുക്കേണ്ടത് എന്നർത്ഥം. വല്യമ്മ പറയാ, ഒന്ന് എന്റെ പാല് കറന്നു വരുമോ, എന്റെ ആടുകളുടെ, അത് അതിനൊരു പ്രതിഫലവും ഞാൻ തരാം. അപ്പൊ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഒരു ഉപകാരം ചെയ്യാനല്ലേ? ചെല്ലാണ്. വീട്ടിൽ ചെന്നു. ആടെവിടെ? ആടിനെ എപ്പ കൊണ്ടുവരാന്ന് പറഞ്ഞു. കൊണ്ടുവന്നത് ഈ പെണ്ണിനെയായിരുന്നു. അങ്ങനെ വാതിലടച്ചു. സുബ്ഹാനല്ലാഹ്. വീട്ടിൽ ഗ്യാസ് തീർന്നിട്ടുണ്ട്. ഭർത്താവില്ലാത്ത നേരത്തെ അന്യൊരു പുരുഷൻ അത് വീട്ടിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഹറാമാണ്. പച്ചേനെ ഞാൻ പറയാം. പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു പുരയിൽ ഒരു മുതിർന്ന ആൾ, അവളുടെ മെഹ്റമോ ഒരു ഭർത്താവോ വാപ്പയോ മുതിർന്ന മക്കളോ കൂടെയില്ലാതെ ഒരു പെണ്ണ് ഒറ്റക്കുള്ള സമയത്ത് ഗ്രോസറിക്കാരനെ വിളിക്കുക. ഇതൊക്കെ മനുഷ്യരല്ലേ? ഗ്രോസറി പണിയെടുക്കുന്ന ആളും ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന ആളും മനുഷ്യനല്ലേ? അത്യാവശ്യം ആരോഗ്യമില്ലല്ലേ ഗ്യാസ് പൊക്കാനുള്ള പണിക്ക് നിൽക്കുള്ളൂ. അവൻ എത്ര മുത്തക്കയാണെന്ന് വിചാരിച്ചോട്ടെ. ഏതെങ്കിലും ഒരു പുരുഷൻ അന്യ പെണ്ണിന്റെ കൂടെ ആയി കഴിഞ്ഞാൽ മൂന്നാമത് അവിടെ ഒരു പിശാച് വന്നിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നല്ല അവളെ ഒന്ന് കണ്ടത്, അവനെ ഇവളൊന്ന് കണ്ടത്, അവളുടെ ശരീരഭാഗം ഇവനൊന്ന് തൊട്ടത്, അല്ലെങ്കിൽ ഒന്ന് കാണാൻ അവസരം, ഇതൊക്കെ പിശാചല്ലേ? അത് ഒന്നാമത്തെ വരവ്. 2, 3, 4. നീ എന്തിനാ കഥ പറയണത്? ഗ്യാസ് കൂട്ടി തീർന്നു, ഉണ്ടാളോടെ ഇരുന്നോ, ഭർത്താവ് വരുന്നവരെ വെയിറ്റ് ചെയ്യും. അത് കാലെ കൂട്ടി ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്ക്. ആദ്യേ എക്സ്ട്രീം സിറ്റുവേഷൻ ഞാൻ പറയാം. ദീൻ രക്ഷിക്കാൻ കഴിയൂല എന്ന് ഉറപ്പുള്ളവര് ശരിക്കും മനസ്സിലാക്കിക്കോ, ഇത് ഹറാമാണ്, ഇത് ഹറാമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വിളിച്ചു, ഇവൾ കുട്ടികൾ അവൾ ഡോർ അടച്ച് അവരുടെ വീട്ടിൽ റൂമിന്റെ ഉള്ളിലിരിക്കുകയാണ്. ആള് കൊണ്ടുവന്നു, കിച്ചണിൽ പോകുന്നു, ഫിറ്റ് ചെയ്ത് പോകുന്നു. ഇവർ കാണുന്നില്ല, അറിയുന്നില്ല, ഒന്നുമില്ല. ഇവൾ ഒറ്റക്കാണ്. അവൾ ഒരു റൂമിൽ പൂട്ടിയിട്ടു. ആൾ വന്നു, ഫിറ്റ് ചെയ്തു പോയി. ഇതൊക്കെ ആ വരുന്ന ആളെ കാണുകയോ അവിടെ കൂടെ നിൽക്കുകയോ അവിടെ നിൽക്കാൻ അവസരം ഉണ്ടാവും. ഇതെല്ലാം ഹറാമാണ്, കുറ്റകരമാണ്. ഓസ്രിക്കാരനെ വിളിക്കുക, കുബൂസ് വേണമെന്ന്. ആരുമില്ലാത്ത നേരത്ത് നമ്മൾ എന്തിനാ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? ആടിനെ പാല് കറന്ന് തരുമെന്ന് ചോദിച്ചാൽ വൃദ്ധയായ പെണ്ണകത്തേക്ക് കൊണ്ടുപോയത് ചെറുപ്പക്കാരനെ. സുബ്ഹാനല്ലാഹ്. വാതിലടച്ചു.
പെണ്ണിനോട് കൂക്കി വിളിച്ചയാൾ ഞാൻ തിന്മയ്ക്കില്ലേ, പെണ്ണ് വിടാൻ തയ്യാറല്ല. വ്യഭിചാരം എന്ന തിന്മയോടടുക്കുന്ന നേരത്ത് ചെറുപ്പക്കാരന്റെ മനസ്സിലൊരായത്ത് വന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സൂറത്തുൽ അറാഫിലെ 120 തോന്നുന്നു ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ഇന്നല്ലദീന തഖൗ, തഖ്വ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ, ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്വാൻ, പിശാചിന്റെ ദുർബോധനങ്ങൾ എന്തെങ്കിലും മനസ്സിനുള്ളിലേക്ക് കടന്നു വന്നാൽ, ആർക്ക്? ഇന്നല്ലദീന തഖൗ, മുത്തഖീങ്ങൾക്ക്. അങ്ങനെയൊക്കെ വരും, നമ്മളൊക്കെ മനുഷ്യന്മാരാ, മുത്തഖീങ്ങളാ. പിശാചിന്റെ ദുർബോധനം കടന്നു വന്നാൽ തദക്കറൂ, തിന്മയുടെ അവസരം വന്നിരിക്കാൻ, തദക്കറൂ, അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ഫഇദാ ഹും മുബ്സിറൂൻ, അവരുടെ കണ്ണുകൾക്ക് പിന്നെ അല്ലാഹു കാഴ്ച നൽകും. അവിടെ ഓർമ്മ വന്നു, റബ്ബേ ഞാൻ അത് ചെയ്യാൻ പാടില്ലല്ലോ. ഈ ആയത്താ ചെറുപ്പക്കാരന് ഓർമ്മ വന്നത്. ഈ ആയത്ത് ഓർമ്മ വന്നത് വലിയ രസം, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അവിടെ ഓർമ്മ വരുന്നത് മാഹിയിലെ പെൺകുട്ടികളെ കണ്ടുകണോ, മറ്റുള്ള ആൺകുട്ടികളെ കണ്ടുകണോ, ഈ പാട്ടാണെങ്കിൽ കഴിഞ്ഞു. അള്ളാഹുവിനെ ഓർമ്മ വന്നതാ ഇവിടെ അത്ഭുതം. എന്റെ ഖുർആൻ ഓതി നടക്കുന്ന ചെറുപ്പക്കാരനാ, അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുന്ന ചെറുപ്പക്കാരനാ, അപ്പോൾ അവൻ അതേ ഓർമ്മ വരൂ. ഇതാണ് വിഷയം. തദക്കറൂ, അള്ളാഹുവിനെ ഓർത്തു. ഫഇദാ ഹും മുബ്സിറൂൻ, അപ്പൊ കണ്ണു തെളിഞ്ഞു, അപ്പേ ഞാൻ പെട്ടുപോയിട്ടുണ്ടല്ലോ. ഫഖറ മഗ്ശിയ, ചെറുപ്പക്കാരൻ ബോധം കെട്ടു വീഴ. അവിടെ എന്റെ സർവ്വ തിന്മകളും മുമ്പിലില്ലേ, എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. താഴെ വീണു, ബോധം കെട്ടു വീണു. അവസാനം ഈ വല്യമ്മ, ഈ പെണ്ണും ഈ ചെറുപ്പക്കാരനെ പൊക്കിക്കൊണ്ടുവന്നവന്റെ പുരയുടെ മുറ്റത്ത് കൊണ്ടുവന്ന് വിട്ടെടുത്തു. ആള് ബോധം കെട്ട് കിടക്കുകയാണ്. അപ്പൊ വല്യപ്പ വീടിന്റെ പുറത്ത് ഇങ്ങനെ ഉമ്മറപ്പടിയിൽ ഇരിക്കണ പോലെ വല്യപ്പ ഇരിക്കുന്നുണ്ട്. വല്യപ്പ ചോദിച്ചു, മക്കളെ എന്റെ കുട്ടീനെ എവിടെ നിന്നാ കിട്ടിയത്? അവിടെ ബോധം കെട്ട് കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ കൊണ്ടുവന്നതാ. വെള്ളം തെളിച്ചു. മോനും ലേശം ബോധം വന്നപ്പോ ചോദിച്ചു, മോനെ മാബിക്, എന്ത് പറ്റി മോനെ? വാപ്പ എന്നോട് ചോദിക്കല്ലേ എന്ന് പറഞ്ഞു. മോൻ എന്ത് പറ്റി? എന്തേ മോന് സംഭവിച്ചത്? അസുഖാണോ? എന്താണ്? എന്നോട് ചോദിക്കല്ലേ, എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞു. മോൻ എന്തു പറ്റി? നിർബന്ധിച്ചുള്ള പറഞ്ഞു, വല്യപ്പ ഇങ്ങനെ സംഭവിച്ചു പോയി, ഇങ്ങനെ സംഭവിച്ചു പോയി. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോയിട്ട് ചോദിക്കണം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരോട് പോയിട്ട് ചോദിക്കണം, മാ ജസാഉ മൻ ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി പേടിച്ച ഒരു ചെറുപ്പക്കാരന് എന്താണ് കിട്ടാനുള്ളതെന്ന് നിങ്ങളൊന്ന് പോയി ചോദിക്കണം ഉമർ തങ്ങളോട്. ആ വിചാരം എന്റെ കൺമുമ്പിലാണ്, ആരും അറിയൂല. നല്ലൊരു ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പക്കാരി പെണ്ണ്, ഒരു വീട്, ആരുമില്ല, എല്ലാ സാഹചര്യങ്ങളും ഒരുക്കമാണ്. പക്ഷെ അള്ളാഹിനെ പേടിച്ചു, ബോധം കെട്ട് വീണു. പേടിച്ചോടി എന്നല്ല, ബോധരഹിതനായി വീണു. എന്റെ റബ്ബേ, നാളെ മഹ്ശറായിൽ നീ എന്നെ കൊണ്ടുവരുമ്പോ ഈ വ്യഭിചാരത്തിന്റെ കഥ എന്റെ കിതാബിൽ ഞാൻ നിന്നോട് വായിച്ചു കേൾപ്പിക്കേണ്ടി വരുമല്ലോ അടച്ചോനെ. യാ അല്ലാഹ്, എന്റെ കിതാബ്, എന്റെ മലക്കുകൾ ഈ രേഖപ്പെടുത്തുന്ന ഓരോ സെക്കൻഡും ഞാൻ തിന്മയിലാണല്ലോ. യാ അല്ലാഹ്, അടുക്കരുതെന്നോ വ്യഭിചാരത്തിന് അടുത്തേക്ക് പോകരുതെന്ന ഖുർആനിന്റെ പ്രയോഗം. അടുത്തേക്ക് പോകരുത്, ഞാൻ അതിന്റെ വക്കത്ത് എത്തിക്കഴിഞ്ഞല്ലോ അടച്ചോനെ. ഇത് ചിന്തിച്ച് ബോധം കെട്ടു വീണു പോയ ചെറുപ്പക്കാരൻ വല്ലിപ്പയോട് പറയാ, വല്ലിപ്പ എങ്ങാനും സമയം കിട്ടിയാലൊന്ന് ചെല്ലണം, ഉമർ തങ്ങളോടൊന്ന് ചോദിക്കണം എനിക്ക് വേണ്ടി, ഇതിന് വല്ല കൂലിയുണ്ടോ? സുബ്ഹാനല്ലാഹ്. വല്ലിപ്പങ്ങ് പോയപ്പോഴേക്കും ഈ ചെറുപ്പക്കാരൻ മരിച്ചു. ഒരു നെടുവീർപ്പ് വിട്ടു ചെറുപ്പക്കാരൻ, അതിൽ മരിച്ചു. അറ്റാക്കായി കോടതിയിലെ സമൻസ് ജയിലിലടക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞ നോട്ടീസ് വെക്കും അറ്റാക്ക് വന്നവരുണ്ട്. ഇതല്ല, എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് ഞാൻ പോകുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ച് ഒരു തിന്മ ചെയ്തില്ല. അതിന്റെ മുഖദ്ദിമാത്തുകൾ ചെയ്തു, അതിന്റെ പ്രാരംഭ കുറ്റങ്ങൾ ചെയ്തു. പക്ഷെ ആ തിന്മയുടെ കൃത്യമായ തിന്മ വിചാരം ചെയ്തിട്ടില്ല. തിരിച്ചു വന്ന ആളാണ്, പക്ഷേ സഹിക്കാൻ പറ്റാതെ മരിച്ചുപോയി, അറ്റാക്ക് സംഭവിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ആ മയ്യത്ത് കുളിപ്പിക്കുന്നത്, മയ്യത്ത് കുളിപ്പിച്ചു. ആ മയ്യത്തിന്റെ അടുത്ത് മറവ് ചെയ്ത് ഫഖാമ ഉമർ റളിയല്ലാഹു അൻഹു ഇൻദ ഖബ്രി, ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഉമർ തങ്ങൾ പറഞ്ഞ വാക്കാൻ, ലക ജന്നതാൻ, നിനക്ക് രണ്ട് സ്വർഗ്ഗമുണ്ട്. അൽഹംദുലില്ലാഹില്ലദി ജഅല ഫീ ഉമ്മതി വാഹിദൻ മിസ്ല യൂസുഫ്. ഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ചരിത്രം രേഖപ്പെടുത്താൻ. അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ,
യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലെ, യൂസുഫ് നബിയെ പോലെ ഒരാളെങ്കിലും എന്റെ ഉമ്മത്തിൽ ഉണ്ടായല്ലോ റബ്ബേ, നിനക്ക് സ്തുതി അല്ലാഹ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരൻ ചോദിച്ച മറു ചോദ്യം അതാണ്, എന്ത് കിട്ടും ഞാൻ അള്ളാഹുവിനെ പേടിച്ചിട്ടാണ് ഇത് ചെയ്തത്? ലക ജന്നതാൻ, നിനക്ക് 2 സ്വർഗമുണ്ട്. അള്ളാഹു നമുക്കും ആ സ്വർഗം കടക്കാനുള്ള ഭാഗ്യം തരട്ടെ. ഇതൊക്കെ ജീവിതത്തിലെ വലിയ പരീക്ഷ.